അയൽക്കൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണാഘോഷ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓണപ്പൂക്കളവും അതിഗംഭീരമായിരുന്നു. ഒരു 30,000 രൂപയോളം നമ്മുടെ കയ്യിൽ ബാക്കി നീക്കിയിരിപ്പുണ്ട്. അടുത്തത് വരുന്നത് ക്രിസ്മസ് ആഘോഷമാണ്. അത് എങ്ങനെ നടത്തണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആരും എന്താ മിണ്ടാതിരിക്കണേ? ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച എല്ലാവരും. ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. എന്തായാലും നമ്മുടെ ഫണ്ടിൽ ഒരു 30,000 രൂപയുണ്ട്. അത് ഈ ക്രിസ്മസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ എന്തെങ്കിലും ഒരു ധനസഹായം പോലെ പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്താൽ അത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. എല്ലാരും അഭിപ്രായം ഒന്ന് പറയാനുള്ളതാ. നല്ലതാ. നമുക്കൊരു ചിട്ടിയും കൂടി വെച്ചാലോ? ചിട്ടിയുടെ കാര്യത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. പുതുതായിട്ടൊരു അംഗം നമ്മളുടെ അയൽക്കൂട്ടത്തിലേക്ക് ചേരാൻ വരുന്നുണ്ട്. അയാൾ വിദേശത്തായിരുന്നു. അയാൾ ഇപ്പൊ ഇവിടെ നമ്മുടെ വാർഡിൽ തന്നെ സ്ഥിരതാമസമാണ്. അയാളെ നമുക്ക് സ്വാഗതം ചെയ്താലോ? വരുന്നതാണോ പുതിയ അംഗം? ഹലോ എവരിവൺ. ഭയങ്കര കേമക്കാരിയാന്ന് തോന്നുന്നു. അമേരിക്കന്നാന്ന് പറഞ്ഞപ്പോൾ തോന്നുന്നു. എന്റെ പേര് മീര. ഞാൻ 6 വർഷത്തോളമായി അമേരിക്കയിൽ ബിസിനസ് ആയിരുന്നു. ഇനിയിപ്പോ നാട്ടില് ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് തുടങ്ങാനാണ് ആഗ്രഹം. അപ്പൊ നിങ്ങളിൽ ഒരു അംഗമായിട്ട് എന്നെ കാണണം. വീട്ടിലാരൊക്കെയുണ്ട്? നാട്ടിൽ ഞാൻ ഒറ്റക്കാണ്. ബിസിനസ് കാര്യത്തിലായിട്ട് കണ്ടിരിക്കുക. ഫാമിലി ഒക്കെ പുറത്താ. ഉടനെ ഞാൻ വരും. ശരിയിരുന്നോളൂ. ഇവിടെ ഒന്ന് സൈൻ ചെയ്തു. എന്തോ വശകണ്ടല്ലോ. ഇനി നമുക്ക് മറ്റുള്ള ചർച്ചകളിലേക്ക് കടക്കാം. എല്ലാവരും നിശബ്ദരായേ. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ അപേക്ഷിച്ച ലിങ്കേജ് ലോൺ നമുക്ക് പാസ്സായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുപോലെ വീതിച്ചെടുക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വേണ്ട. എനിക്ക് വേണം. എത്രയാ പാസ്സായിക്കണേ? 10 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് നമുക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഇതൊക്കെ എന്താ എത്ര പറയാനുള്ളത്? നിങ്ങൾക്ക് ആ പൈസ വേണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാൽ അത് ഉപകാരമായിരിക്കും. അതെങ്ങനെ ശരിയാകും? ഇത് ഇന്നലെ വന്ന ആളല്ലേ? ഇത് നമ്മൾക്ക് എല്ലാവർക്കും അനുവദിച്ചു കിട്ടിയ തുകയല്ലേ? അത് ഒരാൾക്ക് കൊടുക്കാൻ പറയുക ശരിയാവുന്നത് എങ്ങനെയാണ്? ചേച്ചി, ഞാൻ പറയുന്നത് മനസ്സിലാക്കി. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ടാണ്. എല്ലാവരും കൂടെ നോക്കിയേ. മീര പറഞ്ഞതിനോട് യോജിക്കുന്നവരൊന്ന് കൈവക്കിയേ. നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംരംഭമല്ലേ ഇത്? അതിൽ ഞാൻ യോജിക്കുന്നു. ഞങ്ങളും യോജിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. അപ്പൊ ഇത് കൈയടിച്ച് പാസ്സാക്കാമല്ലോ. അടുത്ത ആഴ്ച പൈസ കയ്യിൽ കിട്ടും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അമ്മേ, സ്കൂളിലെ ഫീസ് അടക്കാൻ സമയമായി. എന്റെ കാര്യം മറന്നുപോയി. ഇനിയിപ്പോ ആരോടാ ചോദിക്കാന്ന്? ഹലോ ആരടി, നിന്റെ കയ്യില് പൈസ എടുക്കാനുണ്ടാകുമോ? കൊച്ചിന്റെ ഫീസ് അടക്കാനായിരുന്നു. ഉണ്ടാവില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ചേച്ചി എന്താ ഇവിടെ? ഇത് ധൃതിയിലാണോ? ഇതൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ധൃതിയിലാണ്. എന്താ വന്നതിന്റെ കാര്യം? ഈ കൊച്ചിന്റെ സ്കൂളിൽ ഫീസ് അടയ്ക്കാനായിട്ട് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ പൈസ എടുക്കാനായിട്ട്? അതിനെന്താ ചേച്ചി തരാലോ. വാ, കേറി വാ.
ഹലോ നീരജ, നീ അയൽക്കൂട്ടത്തിലെ സ്ത്രീകളെ പറ്റിച്ചോ? നിന്റെ ഫണ്ട് റെഡിയായോ? നല്ല ഫണ്ട് അവിടെ റേസ് ആയിട്ടുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. നിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഹലോ ഹലോ ഇവിടെ ഇത്ര കാര്യമായിരുന്നു. ഹായ് മാഡം, ഞാനാണ് ഫോണിൽ വിളിച്ചിരുന്നത്. എന്താ ഫോണിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവള് സംശയമുണ്ട്. മാഡത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്കെതിരെ തെളിവുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തെളിവ് വേണോ അല്ലേ? ഞാൻ തെളിവ് എത്രയും വേണം സംഘടിപ്പിച്ച് തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലിങ്കേജ് ലോണിന്റെ പൈസ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് മീരയ്ക്ക് കൈമാറാലോ? എനിക്ക് മീര വന്ന് ഈ പൈസ വാങ്ങിച്ചോളൂ. ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കാമോ? മീര ഒന്ന് നന്നായിട്ട് ചിരിച്ചേക്ക്. ഇനി ചിലപ്പോ പറ്റിയില്ലെങ്കിലോ? മീര, ഇത് പലരുടെയും പൈസയാണ്. കൃത്യമായി ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ച് ഈ പൈസ തന്നതിന്. അപ്പൊ എന്നാ പോട്ടെ, എനിക്ക് പോയിട്ട് ബിസിനസിന്റെ ആവശ്യമായിട്ട് കുറച്ച് തിരക്കാണ്. ടാറ്റാ. നിനക്കുള്ള പണി പിന്നാലെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ യോഗം പിരിയാൻ വരട്ടെ. എനിക്കൊരു കാര്യം എല്ലാവരും കാണിക്കാനുണ്ട്. ഹലോ നീരജ, എന്തായി? ബോസ്, അടുത്ത മീറ്റിങ്ങിന് തന്നെ പൈസ കിട്ടും. കിട്ടിയ ഉടനെ തന്നെ ഉള്ള രാത്രി ഇവിടെ ഇറങ്ങാം. ഓക്കെ. ഞാനും കൂടെ നിന്നിട്ടല്ലേ അവൾക്ക് ആ പൈസ കിട്ടിയത്. അവൾ ഞങ്ങളെ ചതിച്ചില്ലേ? അവളങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ. പാവത്തെ പോലെ ഇന്ന് അവളെ ഞങ്ങളെ ചതിച്ചല്ലോ. എന്നാ പിന്നെ അവളെ ഇപ്പൊ തന്നെ പൊക്കാം. വാ, പൊക്കാം. നിനക്ക് ഇത്ര അഹങ്കാരമാണാടി? ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തല്ലേടി? അതിന് നീ ഏതാ? ഹലോ മാഡം, ഞങ്ങൾ തെളിവോട് കൂടി അവളെ പിടിച്ചിട്ടുണ്ട്. അവളെ കിട്ടിയിട്ടുണ്ട്. തെളിവ് ഇതിലുണ്ട്. അതെ, നമ്മുടെ ക്യാഷ് ഇതിലുണ്ട് കേട്ടോ. അതിങ്ങ് തന്നേക്ക്. ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം സ്റ്റേഷനിൽ പോയിട്ട്.
புதுசா ஒரு ஆளுங்க கூட சேர்த்த போறோம். வாங்க செல்வி, நீங்க தான் செல்வி, நீங்க கொஞ்சம் பேசுவாங்க. எல்லாருக்கும் வணக்கம்.